നമ്മളിന്ന് വളരെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക മപ്പാസാണ് വെക്കാൻ പോകുന്നത്. ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ടാവും ചെയ്ത് കഴിയുമ്പം. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമ്മളൊരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് എത്ര വെണ്ടയ്ക്ക ആവശ്യമുണ്ടോ അതെടുത്ത് ചെറിയ സ്ലൈസസ് ആയിട്ട് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കണം. ഒരു ജസ്റ്റ് 10 മിനിറ്റോളം അതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ആ വെണ്ടയ്ക്ക മാറ്റിയിട്ട് അതേ എണ്ണയിലേക്ക് നമ്മൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവോള അതെല്ലാം കൂടി ഇട്ട് സവോള വെള്ളമായിട്ട് ശകലം ഉപ്പും ഇട്ട് ശകലം കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം നല്ല രീതിക്കൊന്ന് ഒരു ചെറിയൊരു ബ്രൗൺ കളറാകുന്നത് വരെ നമ്മളൊന്ന് സവോളനെ ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു പകുതി സവോളയാണ് എടുത്തിരിക്കുന്നത്. വെണ്ടയ്ക്ക് ആവശ്യം അത്രയും മതിയെന്ന് തോന്നിയതുകൊണ്ട് അത്രയും എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മളിതിലേക്ക് സവോള വേണ്ടതിന് ശേഷം നമ്മളൊരു തക്കാളിക്ക് ആഡ് ചെയ്ത് വരുന്നുണ്ട്. ചെറിയതായിട്ട് അരിഞ്ഞത് ഒരു തക്കാളിക്ക, അതും നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണം. ചെറിയതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. തക്കാളിക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ആ സമയത്ത് ഫോൺ കയ്യിലില്ലായിരുന്നു, അതുകൊണ്ട് ആ തക്കാളിക്കായിട്ട് അതെടുക്കാൻ ഒത്തില്ല കേട്ടോ. തക്കാളിക്ക് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മളതിലേക്ക് ശകലം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടി, ഇത്രയാണ് നമ്മൾ പൊടികൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. പൊടികളെല്ലാം ഇട്ട് കൊടുത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പച്ചമണം ജസ്റ്റ് ഒന്ന് ആ ഒരു പച്ചപ്പ് മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ പച്ചമണം മാറിയ ശേഷം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം വെണ്ടയ്ക്ക അങ്ങനെ നേരത്തെ ചെയ്ത് വെക്കുമ്പോൾ വെന്ത് പോകാണ്ടിരിക്കുകയും ചെയ്യും. പിന്നെ ആ ഒരു വെണ്ടയ്ക്ക ആകുമ്പോൾ ഇതുണ്ടല്ലോ, അതൊക്കെ ഇല്ലാണ്ട് വരും നമ്മൾ വറുത്ത് വെച്ചാൽ. എന്നിട്ട് നമുക്കതിലേക്ക് വെണ്ടയ്ക്കായി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെക്കൻഡ് പാൽ ഒഴിച്ച് കൊടുക്കാം. സെക്കൻഡ് പാൽ ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് ഒരു നല്ലൊരു തിളയ്ക്കുമ്പോഴത്തേക്കിനാണ് നമ്മൾ ഫസ്റ്റ് പാൽ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് സെക്കൻഡ് പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. നമുക്കിത് സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പം അതൊന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ചു. നമുക്കിതിലേക്ക് ഫസ്റ്റ് പാൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ തേങ്ങ ചുരണ്ടി എടുത്ത പാലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഫസ്റ്റ് പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് തിളയ്ക്കണ്ട കേട്ടോ, നന്നായിട്ടൊന്ന് ചൂടായി എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലോ. അപ്പം നമ്മൾ തിളപ്പിക്കുന്നില്ല, നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. തിളയ്ക്കുന്നതിന് മുമ്പ് നമുക്കിത് എടുക്കണം. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് പാൽ ആദ്യം ഒഴിച്ച് പിന്നെ നമ്മളിതിലേക്ക് ഫസ്റ്റ് പാൽ ഒഴിച്ചിരിക്കുകയാണ്. നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിത് മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് നമുക്കത് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇച്ചിരി ഉള്ളിയും കറിവേപ്പിലയും ഇടുമ്പോൾ കടുക് വറയിടാം. അതിൻ്റെ പുറത്തേക്ക് നമ്മളിടുമ്പോൾ അതാണല്ലോ, നമ്മൾ കടുക് ഇടാതെ വെണ്ടയ്ക്ക വറുത്ത എണ്ണയിലായിട്ടാണല്ലോ സവോളയും ഇഞ്ചി, പച്ചമുളക് അതൊക്കെ ഇട്ടിട്ട് ചെയ്തത്. അപ്പം നമുക്ക് ആ ഒരു വേറൊരു പാനിലേക്ക് നമുക്ക് കടുക് വറയുടെ പരിപാടികൾ നോക്കാം. ശകല ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കൊന്ന് ഉള്ളി നന്നായിട്ട് വഴണ്ട് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഏകദേശം ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് നമ്മുടെ സവോള നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഉള്ളി നമ്മുടെ വെണ്ടയ്ക്ക മപ്പാസിൻ്റെ വെണ്ടയ്ക്കയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണേ.